പാലക്കാട്ടെ പാലം കടക്കാൻ CPM സ്വീകരിച്ച പണികളെല്ലാം 8 നിലയിൽ പൊട്ടി. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ മാത്രമായി താരം. സന്ദീപിന്റെ പഴയ വാക്കുകൾ മാത്രം വെച്ച് ഇടതുമുന്നണി നൽകിയ പരസ്യം പലതരത്തിൽ ഇടതിന് തന്നെ മുറിവേൽപ്പിക്കുകയാണ്. വാര്യരുടെ പൂഴിക്കടകനാണ് ഇപ്പോൾ നിറഞ്ഞു കാണുന്നത്. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ പാണക്കാട്ടെത്തിയ സന്ദീപ് ഒടുവിൽ ജിഫ്രി തങ്ങളെ വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ്. കാണുക മാത്രമല്ല, തന്റെ ഇന്നലകളെ പാടെ റദ്ദാക്കിയെന്ന് വ്യക്തമാക്കി തന്റെ കയ്യിലെ ഭരണഘടനയുടെ ആമുഖം കൈമാറി. തനി കോൺഗ്രസും ഭരണഘടനയുടെ വക്താവുമായി. നിശബ്ദ പ്രചാരണ ദിവസം സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ വന്ന പരസ്യത്തിൽ നിറയെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ സംഘപരിവാർ കാലത്തെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ചിത്രവും ചേർത്തുള്ളതാണ്. വോട്ടെടുപ്പിന്റെ തലേന്ന് CPM ഇത്തരമൊന്ന് തയ്യാറാക്കിയതിന് പിന്നിൽ സന്ദീപിനെ സ്വീകരിച്ച കോൺഗ്രസിനെതിരെ മുസ്ലിം വോട്ടർമാരുടെ വികാരം ഇളക്കുവിടുക മാത്രമാണ് ലക്ഷ്യം. സന്ദീപിനെ പോലുള്ളവരെ ചേർത്തുപിടിക്കുന്ന കോൺഗ്രസിന്റെ ഹിന്ദുത്വ ആഭിമുഖ്യം ഉയർത്തിക്കാണിക്കാനാണ് ശ്രമിച്ചതെന്ന് CPM വിശദീകരണം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പരസ്യം മറ്റു മുഖ്യധാരാ പത്രങ്ങളിൽ നൽകിയില്ല, സ്വന്തം പാർട്ടി പത്രത്തിൽ പോലും വന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് CPMന് വ്യക്തമായ മറുപടിയില്ല. ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ ബൂമറാങ്ങായി മാറിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, പത്രപരസ്യ വിവാദവും ചേർത്തു പറയാനും UDFന് കളമൊരുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പുറത്തിറങ്ങിയ പത്രപരസ്യത്തിന്റെ പേരിൽ സമസ്തക്കുള്ളിലും അമർഷം പുകയുന്നു. സമസ്ത മുഖപത്രത്തിൽ ജനങ്ങളെ വിഭാഗീയമായി തട്ടിലാക്കുന്ന പരസ്യം നൽകിയതാണ് അണികളെ പ്രകോപിപ്പിച്ചത്. സന്ദീപ് വന്നത് മതേതരത്വത്തിലേക്കെന്ന് ജിഫ്രി തങ്ങൾ. കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതാണെന്നും തങ്ങൾ. ചുരുക്കത്തിൽ ഒരുതരം തീക്കളിയാണ് CPM കളിച്ചത്. ഇടതുമുന്നണി വിവാദ പരസ്യം നൽകിയത് അധികൃതരുടെ അനുമതി വാങ്ങാതെ. ഈ കളി ഇവിടെ തീരുന്നില്ല.